ഹലോ ഗൈസ്, ഈ കൂട്ടുകാർ 7-8 പേര് ഒത്തിരിക്കുമ്പോഴത്തേക്ക് അതിലൊരുത്തൻ ഇങ്ങനെ പറന്ന് ഈ യൂണിവേഴ്സ് ഒക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് പോകില്ലേ, അതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഞാൻ പണ്ട് ദുബൈയിലായിരുന്ന സമയത്ത് ഈ വാർപ്പിന് പറഞ്ഞ പാകിസ്ഥാനിലിട്ടേക്കണ കളർഫുൾ ജട്ടിനകത്തെ സാധനം കഴിച്ചിട്ടോണ്ടിരിക്കണില്ലേ, അവനാണെന്ന് യൂണിവേഴ്സ് ഇട്ട് വെളിയിൽ പോയത്. എടാ, ഈ പുലിവാൽ കല്യാണത്തിന് ജഗതിച്ചാട്ട ഇരിക്കണ ഇവനാണെങ്കിൽ ആദ്യം ടിക്കറ്റ് ഇല്ലാതെ യൂണിവേഴ്സ് ഇട്ട് പോകാൻ ശ്രമിച്ചു. അള്ളാരെ വർക്കത്തുനിന്ന് കൂടുതൽ കിട്ടിയത് കഴുത്തിൽ ജട്ടിട്ടവനായോണ്ട് അവന് തന്നെ കിട്ടി. ഇപ്പൊ ഈ പുൽക്കൂട്ടിലൊക്കെ മൂങ്ങരുന്ന് ചിരിക്കണൊക്കെ ചിരിക്കണില്ലേ, അതുപോലെ തന്നെ ഈ വവ്വാലിനൊക്കെ ഇക്ലി കൂടുമ്പോഴത്തേക്ക് ചിരിക്കണമെങ്കിൽ ഈ ചിരിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറും. ഇവിടെ നിന്നായിരുന്നു അതിന്റെയൊക്കെ തുടക്കം. ഗൾഫിൽ പോകാൻ പെട്ടിയെട്ടുമ്പോഴത്തേക്ക് ഈ അവസാനം പറഞ്ഞ അമ്മായി കൊണ്ടുവരുന്ന അച്ചപ്പവും ചക്കയും എല്ലാം കൂടെ ഈ പെട്ടിയിലോട്ട് ഇടിച്ച് കയറ്റി വെക്കില്ല. അത് കണക്ക് ഇവന് തൂക്കി പറക്കിയെടുത്ത് ബാക്കിലോട്ട് ബാക്കിൽ പോയി ഇരുന്നത് ഈ ടിഷ്യൂ പേപ്പറൊക്കെ കുപ്പിയിൽ ഇടിച്ചിറക്കി വെക്കണമെങ്കിൽ ഞെരിക്കി കുത്തിയായാലും അവനെ കുത്തിക്കയറ്റി അവിടെ വെച്ച് മൂക്കിന്റെ ശക്തി കൂടാനാ എന്തോ അല്ല എവിടെ നിന്നൊക്കെ ആളെ കയറ്റണമെന്ന് നമുക്ക് മനസ്സിലായില്ല. ആണെങ്കിൽ ഈ കൊലക്കുറ്റി അന്വേഷിക്കാൻ വന്ന പോലീസുകാരൊക്കെ ആണെങ്കിൽ എല്ലാരെയും മാറിയും തിരിഞ്ഞു ഒരു നോട്ടം. പാവ എന്റെ തക്കുടുക്കുട്ടന്റെ തല ഇങ്ങനെ ഇടന്ന് അനങ്ങണ അല്ലാതെ വാ തുറന്ന് ഒന്നും പറയാൻ അവസരം കൊടുത്തില്ല. പെൻഷൻ വരാൻ താമസിക്കുമ്പോഴത്തേക്കും അതെല്ലാം ബാങ്കിന്റെ പ്രശ്നമെന്നും പറഞ്ഞ അമ്മച്ചേര് ബാങ്കിനെ പള്ളു വിളിക്കണമെങ്കിൽ മനസ്സിൽ കിടന്ന് എന്തൊക്കെ പറയുന്നു. ഉത്സവത്തിനൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ആന തലയാട്ടണമെങ്കിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന 2.5 മണിക്കൂർ എന്റെ ചെറുക്കനാണെങ്കിൽ ഒരേ ആട്ട്.